ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പം ആദിലെ നൂറെ അനുമോളോട്ട് നല്ല വഴക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളിപ്പം ജയിലിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറി തിരിച്ചു വന്നതേയുള്ളൂ. വഴക്ക് നടക്കുന്ന വേറൊന്നുമില്ല. ഷാനവാസുമായിട്ട് മിണ്ടുന്നത് ആദിലയ്ക്കും നൂറയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആദിലയും നൂറയും പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ആദില പറയുന്നുണ്ട്, നീ ഷാനവാസ് പറഞ്ഞിട്ടാണോ ഞങ്ങളോട് മിണ്ടുന്നത്? നിനക്കിപ്പോൾ ഷാനവാസ് മതിയോ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആങ്ങളെയും പെങ്ങളും ആണോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പൊ വിഷയം എന്തോന്ന് വെച്ചാൽ ഇന്നലെ അനുമോളുടെ അടുത്ത് ഷാനവാസ് പറഞ്ഞിട്ടാണ് അനുമോൾ ഇന്നലെ പിണങ്ങി കിടന്നിട്ട് വൈകുന്നേരം രാത്രി വന്ന് മിണ്ടുന്നുണ്ട്. അത് ഷാനവാസ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് മിണ്ടിയെന്നാണ് ആദിലയും നൂറയും പറയുന്നത്. അന്നേരം ഇവർ രണ്ടുപേരോട് സംസാരിച്ച് ഇവർ മൂന്നുപേരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് അത് കേൾക്കാനായിട്ട് അക്ബർക്ക് വന്ന് പമ്മി പതുങ്ങി നിൽക്കുന്നുണ്ട്. ആര്യം വന്നിരിക്കുന്നുണ്ട്. അനുമോൾ എഴുന്നേറ്റ് ബെഡ്റൂമിൽ പോകുന്നുണ്ട്. ബെഡ്റൂമിൽ പോയിരുന്ന അവർ വർത്താനം പറയുമ്പോൾ അവിടെയും അക്ബറും ആര്യനും വരുന്നുണ്ട്. ഈ നിവിനും എത്തുന്നുണ്ട്. പിന്നീട് അവർ അവിടുന്ന് എഴുന്നേറ്റ് അനുമോൾ ഈ ചെകുത്താന്മാരുടെ ഇടയിൽ ഇരിക്കാൻ നിൽക്കുക വയ്ക്കാന്ന് പറഞ്ഞ് ചെകുത്താന്മാർ നോക്കിക്കൊണ്ടിരിക്കുക. വന്ന് പുറത്ത് പോയിരുന്നവിടെ വർത്തമാനം പറഞ്ഞത് അന്നേരവും പറയുന്ന ഇത് തന്നെയാണ്. ഷാനവാസ് പറയുന്നത് അനുസരിച്ചാണോ നീ ഞങ്ങളോട് മിണ്ടി എന്നാണ് ആദിലെ നൂറെ അനുമോളോട് ചോദിക്കുന്നത്. അനുമോൾ പക്ഷേ ഇന്നലെ ഷാനവാസ് ഇവരെ ആരും കുറെ പറയുമ്പോൾ അനുമോൾ ഒരിക്കലും ഇവരെ കുറ്റപ്പെടുത്തുന്ന കണ്ടിട്ടില്ല കേട്ടോ. കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല. ആദിലെ നൂറെ ആരുടെ മുമ്പിലും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അക്ബറിന്റെ ആ പാവ പിന്നെ അതിലെടുത്തിട്ട് പലരും വന്ന് അനുമോളോട് കുത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പന്റെ പാവ നീയാണോ എടുത്തതെന്ന് ചോദിച്ചു. ആദിലെടുത്ത് അറിയാവുന്നിട്ടും അനുമോൾ അത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ അവസാനം ആദില തന്നെയാണത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആദില എന്ന് പറയാൻ അനുമോളെ കുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സംശയം ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് അനുമോൾ ഇപ്പം പിന്നെ ആങ്ങള പെങ്ങള് ബന്ധം കളിക്കുകയാണെന്നും ഒരു പ്രശ്നം ഇപ്പം ആ, നമ്മുടെ ഷാനവാസിനോട് നല്ലൊരു ദേഷ്യം ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ട്. പിണങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും കറക്റ്റിന് ഒരിടക്ക് ഷാനവാസിന്റെ അടുക്ക്.